കോൺഗ്രസിന്റെ തിരിച്ചുവരവോടെ ലക്ഷദ്വീപിൽ പുതിയ പ്രതീക്ഷകൾ കൈവന്നിരിക്കുകയാണ്. ലക്ഷദ്വീപിനെ ഒറ്റപ്പെടുത്താനും അധികാരത്തിന്റെ ഹുങ്കിൽ ദ്വീപിനും ദ്വീപുകാർക്കും സ്വീകാര്യമല്ലാത്ത നിയമങ്ങൾ നടപ്പിലാക്കാനും ശ്രമിക്കുന്ന ഭരണകൂടത്തിന്റെ ഹിഡൻ അജണ്ടകൾക്കെതിരെ പുതിയ പോരാട്ടത്തിന് കൂടിയാണ് കോൺഗ്രസിന്റെ വിജയം പ്രദേശത്തിന് കരുത്തു നൽകിയത്. ഹംദുള്ള സയീദ് വീണ്ടും വിജയിച്ചതോടെ നഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രതാപം വീണ്ടെടുക്കുവാനുള്ള ശ്രമത്തിലാണ് ദ്വീപുകാർ. കരിനിയമങ്ങൾ നടപ്പിലാക്കുന്നതുകൊണ്ടും യാത്രാക്ലേശത്താൽ ബുദ്ധിമുട്ടുന്നതുകൊണ്ടും ദ്വീപിൻ്റെ സുരക്ഷയും ദ്വീപിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഇന്ധന ലഭ്യതകൾ, ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, ആരോഗ്യമേഖലയിലെ അപാകതകളും പ്രതിസന്ധികളും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഘോഡ പട്ടേലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി MP ഹംദുള്ള സയീദ് വ്യക്തമാക്കി. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പ്രഫുൽ ഘോഡഭായ് പട്ടേലായിട്ട് ഒരു കോർട്ടസി വിസിറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയില് സകല മേഖലയിലും ഇന്ന് ലക്ഷദ്വീപിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭൂസംബന്ധമായിട്ട് ലക്ഷദ്വീപിലെ പണ്ടാരം പ്ലാനിന്റെ വിഷയമായാലും ജമ്മത്തിന്റെ വിഷയമായാലും ലക്ഷദ്വീപിലെ പണ്ടാരം ഭൂമി ഉടമസ്ഥന്മാരുടെ വീട്ടിലേക്കും അതുപോലെ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റും അവർക്ക് കിട്ടുന്ന നോട്ടീസിന്റെ കാര്യമായാലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ +1 +2 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാത്ത കാര്യമായാലും അതുപോലെ ആരോഗ്യ മേഖലയിൽ ആശുപത്രിയിലും ഡോക്ടേഴ്സും പാരാമെഡിക്കൽസിന്റെ ഷോർട്ടേജ് ആയാലും മെഡിസിൻസിന്റെ ഷോർട്ടേജ് ആയാലും ഇതെല്ലാ സകല കാര്യങ്ങളും അതുപോലെ ചെറുപ്പക്കാരെ യുവാക്കളെ ലേബറേഴ്സ് ആയിട്ട് കോൺട്രാക്ച്വൽ എംപ്ലോയീസ് ആയിട്ട് പിരിച്ചുവിട്ടവരായാലും അവർക്ക് തിരിച്ചെടുക്കുന്ന കാര്യമായാലും ഡിസെൻഗേജ്മെന്റ് ആയാലും അതിനൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ്, കപ്പലിന്റെ വിഷയമായാലും ഹെലികോപ്റ്ററിന്റെ വിഷയമായാലും രോഗികളെ പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ആയാലും എല്ലാം അദ്ദേഹത്തിന് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ലക്ഷദ്വീപിലെ ഭരണകൂടം ഭൂസംബന്ധമായിട്ട് പണ്ടാരം ലാൻഡ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് കോടതിയിൽ സമീപിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പോരാടാനും വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു വച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. വിഷയത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും MP വ്യക്തമാക്കി.